ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസുണ്ട്. ആ കേസിൻ്റെ വിധി എന്താണോ അതിനനുസരിച്ച് വരും. സുപ്രീം കോടതി പറയുകയാണ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ അതിനുള്ള തർക്കം, ഈ നോൺ മുസ്ലിംസിനെ വെക്കാതെ പിന്നെ ആയാലും പോവാം എന്ന് പറഞ്ഞാൽ, കാരണം അതിൻ്റെ മെയിൻ കേസ് ഈ ഭേദഗതിക്കെതിരായ കേസ് പെൻഡിങ്ങാണ്, അതിൻ്റെ തീർപ്പ് വരെ പോകാം എന്ന് പറഞ്ഞാൽ ഓക്കെ പോകാം. അതല്ല, അത് വരുന്നത് വരെ കാക്കേണ്ടതില്ല, ഇപ്പോൾ തൽക്കാലം നിങ്ങളിത് വെക്കണം എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയുടെ വിധിയാണ്, രാജ്യത്തെ നിയമമാണ്. സുപ്രീം കോടതി തീരുമാനം ഉണ്ടാവില്ല, ആ കാര്യത്തിൽ തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാനാണ്. എന്താ സംശയം? തരാതരം പോലെ അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ഇതുവരെ അപ്പുറത്തായിരുന്നു. എന്തെല്ലാം ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ BJP-യുമായി ഒത്തുകളിച്ചെന്നൊക്കെ പറയണ്ടല്ലോ, എന്തെല്ലാം ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഒത്തുകളിയുടെ, അന്തർധാരയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിന് നല്ല തിരിച്ചടി കിട്ടി. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തായപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റുകയാണ്. ഇതൊക്കെ അവർ ചെയ്ത പ്രശ്നങ്ങളാണ്. ആ നോമിനേഷൻ നേരാമണ്ണം ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവുമായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതെ, അതിന് തെറ്റായ പ്രചരണം നടത്തുകയാണ്, ആത്മാർത്ഥതയില്ല. സഖാവ് പിണറായി വിജയനും CPM-നും ഈ കാര്യത്തിലൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. ഇതൊക്കെ ചെയ്തത് അവരാണ്. എന്നിട്ട് ഇപ്പോൾ അവസരം വരുമ്പോൾ ഇതിനൊക്കെ സർക്കാരിനെതിരാക്കാൻ, ലീഗിനെതിരാക്കാൻ, UDF-നെതിരാക്കാൻ ഒക്കെ ശ്രമിക്കുകയാണ്. അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആശയക്കുഴപ്പത്തിലൊന്നും ആവില്ല. ഇവിടുത്തെ മൈനോറിറ്റിക്ക് നല്ല കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൂടെ, പതിറ്റാണ്ടുകളിലൂടെ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുണ്ടാക്കുന്ന ആശയക്കുഴപ്പമൊന്നും അത്ര പെട്ടെന്ന് ബാധിക്കില്ല. കാരണം ഇത് ന്യായമില്ല, അതുപോലെ തന്നെ സത്യവുമല്ല, അസത്യപ്രചരണമാണ് നടത്തുന്നത്. സംഘടനകളുടെ സർക്കാരിനും അതുപോലെ തന്നെ ലീഗിനൊക്കെ മന്ത്രി എന്നൊരു താങ്കൾക്കെതിരെ വരുന്നുണ്ടോ, അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഞങ്ങളിവിടെ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പുതുതായി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ഈ പറഞ്ഞ സെക്ഷൻ 14 പാലിക്കാൻ തയ്യാറുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ സെക്ഷൻ 14 പാലിക്കാം. സെക്ഷൻ 14 ഈ ഒരു നോൺ മുസ്ലിം ഇഷ്യൂ മാത്രമല്ല, ആ വഖഫ് ബോർഡിൻ്റെ സ്ട്രക്ചർ മുഴുവനും പറയുന്നത് സെക്ഷൻ 40 മുത്തവല്ലിയെ വെക്കേണ്ട കാര്യം, ഇസ്ലാമിക് സ്കോളറെ വെക്കേണ്ട കാര്യം, പൊതുപ്രവർത്തകരെ വെക്കേണ്ട കാര്യം, ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ പറയണത് 14 ഒരു ഉപവകുപ്പാണ് 2 നോൺ മുസ്ലിംസിനെ കൂടി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 14 അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണിത്. അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. സെക്ഷൻ 14 കംപ്ലൈ ചെയ്തുകൊണ്ടേ, അത് അംഗീകരിച്ചുകൊണ്ടേ വഖഫ് ബോർഡ് നടത്താൻ കഴിയുള്ളൂ. അതിന് തയ്യാറാണെന്നാണ് പറഞ്ഞത്. അത് അപ്പോഴേക്ക് ഞങ്ങൾ നോൺ മുസ്ലിംസിനെ വെക്കാൻ കോടതി ചോദിക്കുമ്പോഴേക്ക് സമ്മതിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സിറ്റിങ്ങിൽ കോടതി ചോദിച്ചു, എന്നാൽ 2 നോൺ മുസ്ലിംസിനെ വെച്ച് പ്രശ്നം പരിഹരിച്ചുകൂടെയാണ്. തൽക്കാലം ഇപ്പോൾ ഗവൺമെൻറ് അതിന് തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു കുറ്റവും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതസംഘടനകൾക്കോ പണ്ഡിതന്മാർക്കോ ഒന്നും ഞങ്ങളോട് വിയോജിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും.